ഹേ ഗായ്സ്, സമ്മർ മാറി വിൻ്റർ ആകാൻ പോണേ ഉള്ളൂ. അതിൻ്റെ മുന്നോടിയായി കുറച്ച് വിൻ്റർ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിന്ന് പ്രൈമാർക്കിലോട്ട് വിടാമെന്ന് വിചാരിച്ചത്. നമ്മളിങ്ങനത്തെ ലോങ് ഷോപ്പിങ്ങിന് പോണത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ആൻഡ് നമ്മൾ ഇന്നേ വരെ പ്രൈമാർക്കിലും പോയിട്ടില്ല. സോ കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ പ്രൈമാർക്കിലോട്ട് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഏതെടുക്കണമെന്ന കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇവിടെ ഒരാൾ കിടന്നും ഇരുന്നും മുട്ടുകുത്തിയൊക്കെ എൻ്റെ ഷോപ്പ് ചെയ്യുന്നത്. ആൾക്ക് അത്രയ്ക്ക് കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന്. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത്. അങ്ങനെ കുറച്ച് ഡ്രസ്സും ആക്സസറീസ് മേക്കപ്പ്സൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് നമ്മൾ വലിയൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയായിരുന്നു കുറച്ചധികം ഷോപ്പിങ്ങുള്ളതുകൊണ്ട് ബാഗ് വേണമെന്ന്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഷോപ്പ് ചെയ്തിട്ടോ. ബട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇത്ര രൂപയായിരുന്നോ എന്ന്. പൈസ പോയിൽ വിഷമമുണ്ടെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ സന്തോഷം ഞങ്ങളുടെ മുഖത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മേജർ ഷോപ്പിംഗ് അനഘയുടെ വകയായിരുന്നു കേട്ടോ. കാരണം ആൾക്ക് ഡ്രസ്സില്ല എന്നുള്ള മെയിൻ കംപ്ലയിൻസാണ് ഡെയിലി കേൾക്കുന്നത്. നാട്ടിൽ നിന്ന് ഇച്ചിരി കൊണ്ടുവന്നുള്ളതാണ് ആളുടെ പരാതി. അതുമാത്രമല്ല പരാതി, ഈ ഒരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഉടുപ്പ് ഇവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോണ വഴിക്കാണ് കേട്ടോ ഞാൻ ഈ അടിപൊളിയായിട്ട് പൂ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് കണ്ടത്. അപ്പോൾ കേട്ടടാ.